കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ജനകീയനായ മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അവസാന നാളുകളിൽ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തിരുന്നു. ഞാൻ രോഗം മാറാനല്ല വന്നേക്കുന്നത്. അപ്പൊ ഉമ്മൻചാണ്ടി സാർ സംസാരിച്ചിരുന്നോ? ഇല്ല, ഉമ്മൻചാണ്ടി സാറിന് ട്രൊക്കേറ്റീവ്, അത് തൊണ്ട തുളച്ചിട്ടുണ്ടായി. അയ്യോ, അദ്ദേഹത്തിന് വളരെ നല്ലതാണ്. അദ്ദേഹം അതിനുശേഷം പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാർ മരിക്കുന്ന ആ കാലത്ത് പലരും പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് വേണ്ട ചികിത്സ കൊടുത്തിരുന്നില്ല എന്ന്. അത് ശരിയാണോ? ഇങ്ങനെയാണ്, ഞങ്ങൾ ഇനി കൊണ്ടുപോകാത്ത സ്ഥലങ്ങൾ ഉണ്ടായില്ല. ഞങ്ങൾ വിദേശത്തടക്കം കൊണ്ടുപോയതാണ്. ഈ കേസിന് ലോകത്തിൽ തന്നെ 50 കേസ് ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ഡോക്ടർമാർ ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന കേസാണ്. അപ്പോൾ ആ കേസിന് പോലും നമുക്കിവിടെ റിസൾട്ട് ഉണ്ടായി. കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ജനകീയനായ മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അവസാന നാളുകളിൽ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കാമോ? അവസാന നാളുകളിൽ എനിക്കും അദ്ദേഹത്തിനോട് ട്രീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നു. ലാസ്റ്റ് ഞാൻ കാണുമ്പോൾ ബാംഗ്ലൂരിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. ആ സമയത്താണ് എന്നെ വിളിപ്പിക്കുന്നതും ആരോ നല്ലൊരു സ്ഥലത്തു നിന്നുള്ള റെഫറൻസ് എന്നെ കുറിച്ച് കിട്ടിയതുകൊണ്ടാണ് എന്നെ വിളിപ്പിച്ചത്. ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അന്നത്തെ ദിവസം ട്രീറ്റ്മെന്റ് കൊടുത്തു. അത് എൻ്റെ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. അടുത്ത ദിവസം കൊണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ചെന്നപ്പോൾ ആദ്യ ദിവസം കണ്ടതിനേക്കാളും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കണ്ടു അദ്ദേഹത്തിന്. അപ്പൊ ആ ദിവസമാണ് അവർക്കും കുറച്ചും കൂടി നമ്മളുടെ ട്രീറ്റ്മെന്റ് സക്സസ് ആണ് എന്നൊരു തോന്നൽ വന്നത്. അപ്പൊ അവരുടെ ചോദ്യത്തിന് ഞാൻ രോഗം മാറുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഉത്തരം ഇതാണ്: ഞാൻ രോഗം മാറാനല്ല വന്നേക്കുന്നത്. അതായത് ഇദ്ദേഹത്തിന് നമ്മുടെ ചികിത്സയുടെ എല്ലാ നാടി ഞരമ്പിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സയുടെ ഫലം കൂട്ടിക്കിട്ടും. അപ്പൊ അദ്ദേഹത്തിന് ഒരു ആശ്വാസ ലെവലിലേക്ക് തന്നെ കിട്ടും. അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർക്ക് ബോധ്യപ്പെട്ടു. ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാരമായിട്ടുള്ള റിലാക്സേഷനും മറ്റുള്ള കാര്യങ്ങളും കിട്ടി. അങ്ങനെ ഉണ്ടായത്. അപ്പൊ ഉമ്മൻചാണ്ടി സാർ സംസാരിച്ചിരുന്നോ? ഇല്ല, ഉമ്മൻചാണ്ടി സാറിന് ട്രൊക്കേറ്റീവ്, അത് തൊണ്ട തുളച്ചിട്ടുണ്ടായി. അതുകൊണ്ട് സംസാരിക്കാൻ പറ്റണ്ടായില്ല. എന്നിട്ട് ഞാൻ പോവേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ കവിളിൽ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വെക്കുകയും ഇതൊക്കെ ചെയ്തു. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു മാനസികമായിട്ട് എന്താ പറയാ, ഒരു വലിയൊരു അടുപ്പവും ഇതൊക്കെ തന്നു. അദ്ദേഹത്തിന്റെ ആ സ്നേഹവും നന്ദിയൊക്കെ പ്രകടിപ്പിച്ചതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതെ. അപ്പൊ എത്ര നാളത്തെ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിനൊപ്പം? ഞാൻ അന്ന് ബാംഗ്ലൂർ പോയപ്പോ 2 ദിവസമാണ് ട്രീറ്റ്മെന്റ് ചെയ്തത്. ശനിയാഴ്ച രാവിലത്തെ ഫ്ലൈറ്റിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്തു. ഞായറാഴ്ചത്തെ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് തിരിച്ചു പോരാണ്. കാരണം എനിക്ക് എത്രമാത്രം പേഷ്യൻസ് ഇവിടെ എറണാകുളത്ത് വെയിറ്റ് ചെയ്യുള്ളൂ. അപ്പൊ കൂടുതൽ ദിവസം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ മറ്റൊരു കാര്യം ചെയ്തു വന്നു. അദ്ദേഹത്തിന് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും അവിടുത്തെ നേഴ്സിനെ പഠിപ്പിച്ചു കൊടുത്തു. കാരണം എനിക്ക് പോയി നിന്ന് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അതെ. അപ്പോൾ കുടുംബത്തിന്റെ ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെയായിരുന്നു? ചാണ്ടി ഉമ്മൻ സാർ ആണെങ്കിൽ അയ്യോ, അദ്ദേഹത്തിന് വളരെ നല്ലതാണ്. അദ്ദേഹം അതിനുശേഷം പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനുള്ള കാലത്തും അച്ഛൻ പോയതിന് ശേഷവും പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സാപരമായിട്ട്, റിലാക്സേഷനും വേണ്ടി. അതെ. ഈ ചാണ്ടി ഉമ്മനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത്, ഉമ്മൻചാണ്ടി സാർ മരിക്കുന്ന ആ കാലത്ത് പലരും പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് വേണ്ട ചികിത്സ കൊടുത്തിരുന്നില്ല എന്ന്. അത് ശരിയാണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതെ. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പാലിയേറ്റീവ് കെയർ ആണെങ്കിലും ഈ റിലാക്സേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മെയിൻ ട്രീറ്റ്മെന്റിന്റെ ഒപ്പം പാരലലായിട്ട് കൊണ്ടുപോയതായിരുന്നു അല്ലേ? ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം. കാരണം അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി എന്നെ ഇവിടെ നിന്ന് വിളിപ്പിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അതെ. അപ്പോൾ ഓൾറെഡി ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നപ്പോഴാണ് ഒരു റിലാക്സേഷൻ എന്ന പേരിൽ കോണ്ടാക്ട് ചെയ്യുന്നത്. റിലാക്സേഷൻ മാത്രമല്ല, അവര് രോഗം മാറാൻ തന്നെയാണ് വിചാരിക്കണത്. കാരണം എന്താ, നമ്മളുടെ ഒത്തിരി ഇതിനു മുമ്പും പലരുടെ ക്യാൻസർ എല്ലാം മാറി. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആശ്വാസം വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, എല്ലാവിധ രോഗങ്ങൾക്കും നമ്മളിൽ നിന്ന് ആശ്വാസം വന്നിട്ടുണ്ട്. മാറിയെന്നല്ല പറയുന്നത്. വേദന കുറയുക എന്നുള്ളത്, വേദന കുറയുമെന്ന് മാത്രമല്ല, വേദന കുറയുന്നതൊക്കെ പെട്ടെന്ന് കുറയും. അത് ആ പേഷ്യന്റ് കംഫർട്ട് സോണിലേക്ക് എത്തും. നമുക്ക് ഇന്ന് ലോകത്തിലേക്ക് തന്നെ 50 കേസിൽ പെട്ട ഒരു കേസ് നമുക്ക് ഇവിടെ വന്നിട്ട് ആശ്വാസം വന്നിട്ടുണ്ട്. ഒരു കുട്ടിയാണ്, കഴുത്തിന് കീഴ്പോട്ട് ഒരു അനക്കമില്ലാതിരുന്നാണ്. നമ്മളുടെ ഒരു 3 മാസ ചികിത്സ കൊണ്ട് കൈ അനങ്ങാനും കാലനങ്ങാനും തുടങ്ങി.
ഡോക്ടർമാർക്ക് പോലെ അത്ഭുതമായി പോയി. കാരണം ലോകത്തിലേക്ക് ആകെ 50 കേസ് അതുപോലത്തെ ഉണ്ടായുള്ളൂ. ഇത് ഈ രോഗിയിൽ നിന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്, അല്ലാതെ എനിക്ക് അറിയണ്ടായില്ല. അപ്പൊ റിസൾട്ട് വന്നപ്പോഴാണ് ഇവര് പറഞ്ഞത്, രോഗി തന്നെയാണ് പറഞ്ഞത്, ഇങ്ങനെയാണ് ഞങ്ങൾ ഇനി കൊണ്ടുപോകാത്ത സ്ഥലങ്ങൾ ഉണ്ടായില്ല, ഞങ്ങൾ വിദേശത്തടക്കം കൊണ്ടുപോയതാണ്, ഈ കേസിന് ലോകത്തിൽ തന്നെ 50 കേസ് ഉണ്ടായുള്ളൂ, അതുകൊണ്ട് ഡോക്ടർമാർ ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കേസാണ്. അപ്പൊ ആ കേസിന് പോലും നമുക്കിവിടെ റിസൾട്ട് ഉണ്ടായി. അപ്പൊ ഇന്നത് മാറും ഇന്നത് മാറൂല എന്നല്ല, എല്ലാവിധ രോഗങ്ങൾക്കും ആശ്വാസം കണ്ടിട്ട്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എന്താ ചെയ്യുന്നത്, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനം നമ്മൾ മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്, സെൽസ് ആക്ടിവേഷൻ ചെയ്യാണ്. അപ്പൊ ആ സെൽസ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ആളുടെ രോഗങ്ങളും വ്യത്യാസം വരും. അതെ. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യത്തിലുമാണെങ്കിലും ഇങ്ങനെ വേദന കുറഞ്ഞു, ഒരു ബെറ്റർ ഫീലിംഗ്, ഈ പറഞ്ഞതുപോലെ ഒരു സന്തോഷം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് എനിക്ക് വളരെ സംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് അത്രയും ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ള കാര്യം. അതെ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ എല്ലാവരും നോക്കിയിരുന്ന, എല്ലാവരും പ്രാർത്ഥിച്ച ഒരു മനുഷ്യന് കുറച്ചെങ്കിലും ആശ്വാസം കൊടുക്കാൻ പറ്റിയെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ വേദന മാറുക എന്നുള്ള ആവശ്യമായി മുട്ടുവേദന, കഴുത്തുവേദന ഇങ്ങനെയുള്ള കാര്യവുമായി വരുന്നവർ കൂടുതലാണോ ഇപ്പോൾ? തീർച്ചയായിട്ടും. അങ്ങനെ ഒരുപാട് ആൾക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ്. ഇപ്പോൾ ഈ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വർക്കിംഗ് ടൈം കൂടുതലാണ്, കൂടുതൽ നേരം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ നടുവേദനയും കഴുത്തുവേദനയും തലവേദനയും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളവർ കൃത്യമായിട്ട് അവരുടെ ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് ഈ വക പ്രോബ്ലംസ് ഉണ്ടാവാം. അതെ. ഇപ്പോൾ ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഇപ്പോൾ കൂടിയിട്ടില്ലേ ഈ പറയുന്ന പോലെ? അതെല്ലാം ഈ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഞാൻ പറയണില്ല, അതും ഒരു കാരണമായേക്കാം. അപ്പോൾ ഈ സ്ട്രെസ് പോലുള്ള ഈ ഷോൾഡർ പെയിൻ, ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ ഷോൾഡർ പെയിൻ ഉണ്ട്, കണ്ണിന് സ്ട്രെസ് ഉണ്ട്, ഇതെല്ലാം ഇപ്പോഴത്തെ ജീവിത രീതികൾ, ഇപ്പോഴത്തെ ജോലിയുടെ രീതികൾ, ഇതൊക്കെ കൊണ്ടാണോ വരാറുള്ളത്? അങ്ങനെ വരാം, അവരുടെ ഫുഡ് ഹാബിറ്റ് കൊണ്ട് വരാം, പല കാര്യം കൊണ്ട് വരാം. കൃത്യമായിട്ട് ഇത് വരാതിരിക്കണമെങ്കിൽ 3-4 കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, നമ്മൾ വയറ് കാലിയാവാത്ത രീതിയിൽ, എന്നാൽ വയറ് നിറയാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കണം. 2, കൃത്യമായിട്ട് അവർ എല്ലാ ജോയിന്റ് മൂവ്മെന്റ് എക്സസൈസ് ഉണ്ടായിരിക്കണം. പറഞ്ഞ മനസ്സിലായ? പിന്നെ വെള്ളം കൂടിയും ഓരോരുത്തരുടെ ബോഡി വെയിറ്റിന് അനുസൃതമായിട്ട് കുടിക്കണം. ബോഡി വെയിറ്റിന് അനുസൃതം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു 100 കിലോ വെയിറ്റ് ഉള്ള ആൾക്കും ഒരു 50 കിലോ വെയിറ്റ് ഉള്ള ആൾക്കും 3 ലിറ്റർ വെള്ളമല്ലല്ലോ, 8 ഗ്ലാസ് വെള്ളമല്ല. അതാണ് ബോഡി വെയിറ്റിന് അനുസൃതമായിട്ടുള്ള വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞത്. 4ാമത് ഉറക്കമാണ്. ആ ഉറക്കം ഏറ്റവും ബെസ്റ്റ് ടൈം 9 to 3 ആണ്. ഇനി ഒരു 4 ആയാലും നല്ലതാണ്, കുഴപ്പമില്ല. ആ സമയത്തുള്ള ഉറക്കം കിട്ടലാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. ആ സമയത്താണ് നമ്മുടെ ശരീരത്തിലെ സെൽസുകളൊക്കെ റീസെറ്റ് ചെയ്യുന്നത്. ഉറക്കക്കുറവുമായി ബന്ധപ്പെട്ട ആൾക്കാർ സമീപിക്കാറുണ്ടോ? പെട്ടെന്ന് മാറും. ഉറക്കക്കുറവ് വേഗം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കേസാണ്. ഇപ്പൊ ഏതൊരു പേഷ്യന്റ് ഇവിടെ വന്നാലും നമ്മുടെ തെറാപ്പി കഴിഞ്ഞ് പോകുമ്പോൾ ആ ദിവസം സുഖമായിട്ട് ഉറങ്ങും, നല്ല ബോധമില്ലാതെ ഉറങ്ങുമെന്നാണ് ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത്. അതെ, ഉറങ്ങിയാൽ തന്നെ ഒരു പകുതി പ്രശ്നങ്ങൾ തീരുമെന്ന് പറയുന്ന പോലെയാണ്. കാരണം ഇതിലൂടെ എല്ലാ ഓർഗൻസും റിഫ്രഷ് ചെയ്യും, അപ്പൊ അവരുടെ ഉറക്കം ശരിയാവും. അതെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ ബാക്കി രോഗങ്ങൾക്കെല്ലാം ശമനം ഉണ്ടാകുമോ? ശമനം ഉണ്ടാവും. അതെ അതെ, ഈ സ്ട്രെസ് കുറയും. സ്ട്രെസ് കുറയുന്നു മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രോഗം മാറ്റാനുള്ള കഴിവ് ശരീരത്തിനാണ്. ശരീരം എങ്ങനെ രോഗം മാറ്റും? ആ സെൽസിനെ റീസെറ്റ് ചെയ്ത് പുതിയത് കൊണ്ടുവരികയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായ? അപ്പൊ ഈ ഉറക്കത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഉറക്കം ഉണ്ടെങ്കിൽ തന്നെ പകുതി നമ്മുടെ രോഗങ്ങൾ മാറും. അതെ, ഇതിനായി ഉള്ളിലേക്ക് മരുന്നുകളൊന്നും എടുക്കണ്ട എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എല്ലാ രോഗത്തിനും മരുന്നിന്റെ ആവശ്യമില്ല. മരുന്ന് കഴിക്കേണ്ട രോഗത്തിന് കഴിക്കുക തന്നെ വേണം. ഞാൻ ഇവിടെ വന്ന ഒരു രോഗിയുടെ മരുന്നും ഞാൻ നിർത്താൻ പറയാറില്ല. അതായത് നമ്മൾ രോഗത്തിൽ ആ മരുന്നിന്റെ കൂടെ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യും. ട്രീറ്റ്മെന്റ് രോഗം കുറയുമ്പോൾ രോഗി തന്നെ ചോദിക്കും, ഡോക്ടർ എന്റെ മരുന്ന് നിർത്തട്ടെ. ഞാൻ പറയും നിർത്തരുത്, നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ തന്നെ കാണുക. അദ്ദേഹം നിങ്ങൾക്ക് മരുന്ന് എഴുതി തന്നെയാണ്. അപ്പൊ അദ്ദേഹം നിങ്ങൾക്ക് കുറവ് കാണുമ്പോൾ അതിനെ കുറച്ച് തരുകയും അല്ലെങ്കിൽ നിർത്തി തരുകയും ചെയ്യും. അവരിലേക്ക് തന്നെ ഞാൻ റെഫർ ചെയ്ത് വിടുകയാണ് ഞാൻ പതിവ്. അതെ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു സിദ്ധിയൊന്നുമല്ല, ഇതൊരു മെഡിസിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇത് കൃത്യമായിട്ട് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ചികിത്സയാണ്. ഇത് അമേരിക്കക്കാരാണ് ഇതിനെ കുറിച്ച് കണ്ടുപിടിച്ചത്. അമേരിക്കൻ ഡോക്ടറായ വില്യം ഫിറ്റ്ജെറാൾഡ് സാറാണ് ഇദ്ദേഹത്തിന് ഇത് ചികിത്സയെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിച്ചത്. അതിനുശേഷം യൂനസിൻഗോ എന്ന് പറഞ്ഞ ഫിസിയോതെറാപ്പിസ്റ്റും കൂടിയാണ്
ഇതിനെ മറ്റുള്ള റിസർച്ചും കാര്യങ്ങളും ഡെവലപ്മെന്റും നടത്തിയത്. ഓക്കെ അപ്പോൾ ഇതിന് അലോപ്പതി ബാക്ക്ഗ്രൗണ്ടും ഉള്ളതാണ്. ഓക്കെ